Hi friends, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും ഇന്ന് കൊറോണ ഭീതിയിലാണല്ലോ. അപ്പോൾ സാനിറ്റൈസറിന്റെ ഉപയോഗമൊക്കെ കൂടിയതുകൊണ്ടായിരിക്കും അതിന്റെ ലഭ്യത വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വില ക്രമാതീതമായിട്ട് കൂടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ സാനിറ്റൈസർ റെഡിയാക്കി എടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഐസോപ്രോഫൈൽ റബ്ബിംഗ് ആൽക്കഹോൾ വേണം. ഇത് നമുക്ക് ഫാർമസിയിൽ വാങ്ങിക്കാൻ കിട്ടും. അലോവേര ജെല്ല് വേണം. ഗ്ലിസറിനും ഫാർമസിയിൽ കിട്ടും. പിന്നെ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഒരു കപ്പ് എടുക്കുക. കപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് തുടച്ചെടുക്കുക. തുടച്ചിട്ട് ഇതിലേക്ക് ഐസോപ്രോഫൈൽ റബ്ബിംഗ് ആൽക്കഹോൾ 100 ml ഒഴിച്ചു കൊടുക്കുക. ഇനി പറയുന്ന അതേ അളവിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കണം. ഒരുപാട് കൂടി പോകാനൊന്നും പാടില്ല. അളവ് എപ്പോഴും കൃത്യമായിരിക്കണം. അപ്പോൾ ഞാൻ 100 ml ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അലോവേര ജെല്ല് ചേർക്കണം. അലോവേര ജെല്ല് 10 ml ചേർക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ സാനിറ്റൈസർ കുറച്ച് തിക്നെസ്സിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അലോവേര ജെല്ലിൻ്റെ അളവ് കുറച്ച് കൂട്ടി കൊടുക്കാം. ഞാനിപ്പോൾ 10 ml ചേർക്കുന്നുള്ളൂ. അലോവേര ജെല്ല് ഫാർമസിയിലും കിട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലും ഇത് വാങ്ങിക്കാൻ കിട്ടും. തിക്നെസ്സിന് വേണ്ടിയിട്ട് അലോവേര ജെല്ല് ചേർക്കുമ്പോൾ മറ്റുള്ള ഒരു ഇൻഗ്രീഡിയൻസും കൂടുതലായിട്ട് എടുക്കേണ്ട. അലോവേര ജെല്ല് മാത്രം അളവ് കൂട്ടിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. ഗ്ലിസറിൻ ഞാൻ 10 ml ചേർക്കുന്നുണ്ട്. ഗ്ലിസറിനും ഫാർമസിയിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ 100 ml ഐസോപ്രോഫൈൽ റബ്ബിംഗ് ആൽക്കഹോൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അളവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 200 ml ആണ് എടുക്കുന്നതെങ്കിൽ ഗ്ലിസറിന് 20 ml ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ റേഷ്യോ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഗ്ലിസറിനൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ ചേർക്കുക. ഞാനിപ്പോൾ ആൽമണ്ട് എസെൻഷ്യൽ ഓയിലാണ് ചേർക്കുന്നത്. 2.5 ml ചേർക്കുന്നുണ്ട്. ഈ എസെൻഷ്യൽ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഞാനിത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബോട്ടിലേക്ക് മാറ്റുക. ഒരു ബോട്ടിലാണ് ഞാനിത് ഒഴിച്ചു വെക്കുന്നത്. അപ്പോൾ എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. ബോട്ടിലേക്ക് മാറ്റിയിട്ട് മൂടിയൊക്കെ നന്നായിട്ട് ടൈറ്റാക്കി വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക. അതിനുശേഷം ഉപയോഗിക്കുക. ഇനി എപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് കുലുക്കിയെടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇപ്പോഴത്തെ ബോട്ടിലുകളും പുറത്തുനിന്ന് വാങ്ങണം എന്നില്ല. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലുണ്ടല്ലോ, അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു വെച്ചാലും മതി. ഈ ഹാൻഡ് സാനിറ്റൈസർ നിങ്ങൾക്ക് കുറച്ച് തിക്നെസ്സിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അലോവേര ജെല്ലിൻ്റെ അളവ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഞാനിപ്പോൾ 10 ml എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 20 ml ചേർക്കുകയാണെങ്കിൽ സാനിറ്റൈസർ കുറച്ച് തിക്നെസ്സിൽ നമുക്ക് കിട്ടും. ഈ സമയത്ത് നമ്മളൊരു സാനിറ്റൈസർ വാങ്ങുന്നതിനേക്കാൾ ഒരു 1/4 ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി വാങ്ങിയിട്ട്. പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കുന്നതിൻ്റെ അതേ എഫക്റ്റ് നമുക്ക് കിട്ടും ചെയ്യും.
കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് കഴുകലാണ് ഏറ്റവും നല്ലത്. നമുക്ക് എപ്പോഴും ഇങ്ങനെ കൈ കഴുകാൻ പറ്റാറില്ല, അതുകൊണ്ടാണ് ഈ സാനിറ്റൈസറിൻ്റെ ഉപയോഗം ഇപ്പോൾ കൂടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയൊരു ബോട്ടിൽ സാനിറ്റൈസർ നമ്മുടെ ബാഗിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. കൈകളിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യുക, അത് ഡ്രൈ ആവുന്നവരെ റബ്ബ് ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുക, കൈകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകി വൃത്തിയാക്കുക. ഇനി നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു. ബൈ.